എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ പടച്ച റബ്ബേ, അവിടുന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇങ്ങനെ ഇരിക്കുന്ന ഒരു വല്ലാത്ത മജ്ലിസ്, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് അല്ലാഹുവിടുന്ന് വല്ലാതെ പറയുന്ന, അവിടുന്ന് വല്ലാത്ത നല്ലൊരു മജ്ലിസ്. അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുമിച്ച് കൂടിയ പുണ്യமான മജ്ലിസാണ്. അവിടെ അതാ മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അതാ ബനാത്തു സുആദ് പാടിക്കൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാ അവിടുന്ന് ഈ കാവ്യം ഇങ്ങനെ ഉച്ചരിക്കുമ്പോ ആ കാവ്യത്തിന്റെ 52ാമത്തെ വരിയിൽ നമുക്ക് കാണുകയാണ്, ഇന്നർ റസൂല ലസൈഫ് യുസ്തലാഉ ബിഹി മഹന്നദും മിൻ സുയൂഫി ഫി സുയൂഫില്ലാഹി മസ്ലൂലൂ എന്നവിടെ എൻ്റെ പ്രിയമുള്ളവരെ മഹാനവറുകൾ അവിടെ നിന്ന് പാടുകയാണ്. എന്താ പറഞ്ഞതെന്നറിയോ? എന്താണ് മഹാനവറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? പടച്ച റബ്ബേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോ അല്ലാഹുവേ, വല്ലാത്തൊരു വാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാളുകൾക്കിടയിൽ ഊരിപ്പിടിച്ച ഒരു വാളാണ് എൻ്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവേ, പടച്ച റബ്ബേ, മുത്തുനബി വെളിച്ചമാണ്, കാണുന്നവർക്ക് അതൊരു വാളാണ്, വല്ലാതെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വാളാണ് റസൂലുള്ളാഹ്. അല്ലാഹുവേ, പ്രവാചകന്മാരെല്ലാവരും വാളുകളാണ്. ആ വാളുകളെ കൂട്ടത്തിൽ ഉറയിൽ നിന്ന് ഊരിക്കിടക്കുന്ന തിളങ്ങുന്ന ഒരു വാളുണ്ട്. അത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് എൻ്റെ പ്രിയമുള്ളവരെ മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാ. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ തോളിൽ കിടന്നിരുന്നൊരു പുതപ്പുണ്ടായിരുന്നല്ലോ, റസൂലുള്ളാഹ് പുതപ്പെടുത്തിട്ട് മഹാനവറുകളെ ശരീരത്തിലേക്ക് അങ്ങ് അണിഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല, അവിടെ നിന്ന് ഏകദേശം 1000ഓളം ഒട്ടകങ്ങളെ മഹാനവറുകൾക്ക് അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് എന്നത് അവിടെ നിന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ ചരിത്രം പഠിപ്പിക്കുകയാ. ഇവിടെയാണ് ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ കഥ തുടങ്ങുന്നത്, റസൂലുള്ളാഹിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ കഥ തുടങ്ങുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, കഅബേ, റസൂലുള്ളാഹ് നിങ്ങൾക്ക് തന്ന പുതപ്പുണ്ടല്ലോ, ആ പുതപ്പ് നിങ്ങൾ എനിക്കൊന്ന് തരുമോ? റസൂലുള്ളാഹ് നിങ്ങൾക്ക് തന്ന ആ പുതപ്പ് അത് എനിക്കൊന്ന് തരുമോ? ഞാൻ നിങ്ങൾക്ക് 10,000 ദിർഹം തരാം കഅബേ. എൻ്റെ പ്രിയമുള്ളവരെ, കഅബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മാ കുന്തു ലഊതിറു ബിസൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദാ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എനിക്ക് തന്ന ഈ വസ്ത്രത്തിന്റെ കാര്യത്തില് ഒരാളെയും ഞാൻ പരിഗണിക്കില്ല, ഒരാളെയും ഞാൻ പരിഗണിക്കില്ലെന്നോ മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹു എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയുകയാണ്. പിന്നീട് മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറഞ്ഞതിന്റെ ശേഷം അതോ എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു
അതാ മഹാനവറുകൾ വഫാത്തായതിന്റെ ശേഷം ആരൊറ്റ പുതപ്പ് 20,000 ദിർഹം കൊടുത്തിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് മഹാനവറുകളെ കൈപ്പറ്റിയെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ലഭിക്കാനാണ് എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കാമല്ലോ. ഇതാ ഇവിടെ മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് കൊടുത്ത് ഈ ഒരു പുതപ്പ് ലഭിക്കാൻ എന്റെ പ്രിയമുള്ളവരെ മുആവിയ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഈ പുതപ്പ് മേടിച്ചത് 20,000 ദിർഹം കൊടുത്തിട്ടാ. കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം അതോ ഇത് എടുത്തിട്ട് തന്റെ കുടുംബക്കാരുടെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്. അവരതാ കഅബ് തങ്ങളുടെ കുടുംബക്കാര് മുആവിയ തങ്ങൾക്ക് 20,000 ദിർഹമിനാണ് ഇത് വിറ്റിട്ടുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിലോ നമ്മളൊക്കെ പറയുമല്ലോ, നമ്മളൊക്കെ പലരും ഇവിടെ പറയുമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിന് നമ്മൾ റബീഉൽ അവ്വലിനെ നമ്മൾ ദൂർത്തടിക്കുകയാണെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ 12ന്റെ അന്നോ പടച്ച റബ്ബേ മൗലിദ് ഓതുന്നത് ശിർക്കാണ്. മുത്തുനബിയുടെ ജീവിതത്തിലോ പടച്ച റബ്ബേ അവിടുന്ന് ജന്മദിനത്തെ ആഘോഷിക്കുന്നത്, അന്നത്തെ ദിവസത്തിൽ സന്തോഷം പങ്കിടുന്നത്, ഇതെല്ലാം ശിർക്കാണെന്ന് പറയുന്ന എത്രയോ ആളുകളോ. ഇല്ല ഉമ്മ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ നമ്മെ ചരിത്രം പഠിപ്പിക്കുന്നതെന്ന് കേട്ടു നോക്ക്. ഇതൊന്നും കളവല്ല, ഇതൊന്നും കളവല്ലല്ലോ. പടച്ച റബ്ബേ, ചരിത്രം നമുക്ക് മുമ്പിൽ തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ചരിത്രങ്ങൾ നമുക്ക് മുമ്പിൽ തെളിവാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഹാഫിദ് ശംസുദ്ദീൻ ഇബ്നു ജസരി റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് തന്റെ ജീവിതത്തിൽ അല്ലാഹുവേ മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ ഒരാൾ മരണശേഷം ഒരിക്കലതാ അബൂലഹബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള്, അബൂലഹബിനെ നമുക്കെല്ലാവർക്കും അറിയുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പടച്ച റബ്ബേ ആദ്യമായിട്ട് പരിശുദ്ധമായ ദീനില് ലോക സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുമ്പോ എല്ലാവരെയും പടച്ച റബ്ബേ റസൂലുള്ള വിളിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കടന്നു വരുമോ? നിങ്ങളെല്ലാവരും ഒന്ന് കടന്നു വരുമോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പടച്ച റബ്ബേ മക്കയിലുള്ള എല്ലാ ജനങ്ങളെയും വിളിക്കുകയാണ്. അതിൽ തന്റെ കുടുംബക്കാരാണല്ലോ ഉള്ളത്, തന്റെ കുടുംബക്കാരായ ആളുകളാണ്. എല്ലാവരും എന്നെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന ആളുകളാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാവരെയും വിളിക്കുകയാണ്. അല്ലാഹ് എല്ലാ ജനങ്ങളും കടന്നു വരികയാണ്. അവിടുന്നതാ ചോദിക്കുന്നു, നിങ്ങളുണ്ടല്ലോ, ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്നവിടുന്ന് ചോദിക്കുമ്പോ പടച്ച റബ്ബേ അവിടുന്ന് ജനങ്ങളെ പറയുകയാണ്, മുഹമ്മദേ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുമല്ലോ. നീ അൽ അമീൻ എന്നാണല്ലോ നിന്നെ ഞങ്ങൾ വിളിക്കുന്നത്. നീ വിശ്വസ്തനാണല്ലോ നബിയേ, വിശ്വസ്തനാണല്ലോ മുഹമ്മദ്. അതുകൊണ്ട് നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുമെന്നോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. പടച്ച റബ്ബേ, റസൂലുള്ള ചോദിക്കുകയാണ്, ഈ കാണുന്ന മലഞ്ചെരുവിന്റെ അപ്പുറത്തിലൂടെ ഒരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ കടന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞോ, നിങ്ങളത് വിശ്വസിക്കുമോ?
പടച്ചുറപ്പേ ഇതങ്ങ് കേൾക്കേണ്ട താമസമതാ. അവിടുന്നതാ ജനങ്ങൾ പറയുന്നു, മുഹമ്മദ് നീ പറയുന്നത് സത്യമായിരിക്കുമല്ലോ, അതുകൊണ്ട് നീ പറയുന്ന കാര്യം ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറയുകയാണല്ലോ. പടച്ചുറപ്പെ അപ്പോഴാണ് പടച്ചു തമ്പുരാനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്, അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ആ സമയത്ത് അവിടുന്ന് പറയുകയാണ്, ആ സമയത്ത് അവിടുന്ന് പറയുകയാണ്, ഉടനെയതാ അബൂലഹബ് അവിടുന്ന് എണീക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, മുഹമ്മദേ അല്ലാഹുവേ പടച്ചറബ്ബേ ഇതിനാണ് നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്, നീ എന്തൊക്കെയാണ് പറയുന്നത്, നീ ഭ്രാന്തനാണടാ. തബ്ബല്ലക്കയാ മുഹമ്മദ്, നിന്റെ മുഖം കെടുത്തു പോകട്ടെ മുഹമ്മദ് എന്നവിടുന്നതാ അബൂലഹബ് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം തന്നെ പരിശുദ്ധമായ ദീന് പറയാൻ ഇറങ്ങിയപ്പോ അവിടുന്ന് ഇത്രത്തോളം അവിടുന്ന് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു പോയപ്പോ, മനസ്സങ്ങ് വേദനിച്ചു പോയപ്പോ, അല്ലാഹുവേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവിടുന്ന് ഓതിക്കൊടുക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഅനാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാരൻ ദാത ലഹബ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് അവിടുന്ന് ഇറങ്ങുകയാണ്. നബിയെ, നിങ്ങളല്ല നശിച്ചു പോകുന്നത് അബൂലഹബാണല്ലോ. പടച്ചറബ്ബേ എന്ന് അബൂലഹബിനെ അവിടുന്ന് ശപിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തിറങ്ങുകയാണ്. അബൂലഹബിന് ശിക്ഷ അറിയിച്ചുകൊണ്ട് ആയത്തിറങ്ങുകയാണ്. പടച്ചറബ്ബേ ഖുർആൻ പോലും ശിക്ഷ അറിയിച്ചുകൊണ്ട് അവിടുന്ന് വിളിച്ചു പറഞ്ഞവനാണ് അബൂലഹബ്. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിനെ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം അവിടുന്ന് ദ്രോഹിച്ചവനാണ് അബൂലഹബ്. ആ അബൂലഹബിനെ കുറിച്ചിട്ടാ പറയുന്നത്, അവിടുന്ന് തുടക്കം മുതൽക്കേ റസൂലുള്ളാഹിനെ ആക്രമിച്ചവനാ. പടച്ചറബ്ബേ ഈ അബൂലഹബിനെ കുറിച്ചിട്ടാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നത്. ഈ അബൂലഹബിന് അവിടുന്ന് തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അവിടുന്ന് അബൂലഹബിന്റെ മരണശേഷം അവിടുന്ന് സ്വപ്നത്തിൽ കാണുകയാണ്. പടച്ചുറപ്പേ നരകത്തിന്റെ അവകാശിയായിട്ടാണ് അവിടുന്ന് കാണുന്നത്. വല്ലാത്ത ഭയമാണ് കാണാന്. പടച്ചുറപ്പേ നരകത്തിന്റെ തീച്ചാലുകൾക്കിടയിലൂടെ അബൂലഹബ് കടക്കുകയാണ്. വല്ലാതെ പേടിപ്പെടുത്തുന്ന അവസ്ഥയാണല്ലോ. അബൂലഹബിനെ കാണുമ്പോ അവിടുന്ന് ചോദിക്കുകയാണ്, അബൂലഹബേ നിന്റെ അവസ്ഥ എന്താണെന്ന് പറയുമോ, എന്താണ് നിന്റെ കാര്യമെന്ന് പറയുമോ? അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ നരകത്തിന്റെ അടിത്തട്ടിലാണല്ലോ. എനിക്ക് വല്ലാത്ത പേടിയാണോ, എനിക്ക് വല്ലാത്ത പ്രയാസമാ. എന്നിരുന്നാലും എല്ലാ തിങ്കളാഴ്ച രാവിലുമുണ്ടല്ലോ എനിക്ക് ഇവിടുന്ന് വല്ലാത്ത കഠിനമായ ശിക്ഷയിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കാറുണ്ട്. എന്തേ അതിന്റെ കാരണമെന്നറിയോ? എന്തേ അതിന്റെ കാര്യമെന്നറിയോ? എനിക്ക് ശിക്ഷയിൽ നിന്ന് മോചനമുണ്ടെന്ന്, ഇളവുകളുണ്ടെന്ന്, കഠിനം കുറവുണ്ടെന്ന് മാത്രമല്ല, എന്റെ 2 കൈവിരലുകൾക്കിടയിൽ നിന്ന് ഇത്രയും അളവില് അവിടെ നിന്ന് എനിക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ടല്ലോ, എനിക്ക് വരാറുണ്ട്. ഞാനത് ഊമ്പിക്കൊണ്ട് കുടിക്കാറുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ തന്റെ വിരലിന്റെ തലപ്പിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനുള്ള കാരണമായിട്ട് അബൂലഹബ് അവിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വിവരമായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ തന്റെ അടിമയായ സുവൈബത്ത് എൻ്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. പടച്ചുറപ്പേ അവിടുത്തെ വല്ലാത്ത കുടുംബക്കാരനാണല്ലോ.
അള്ളാന്റെ റസൂല് അബ്ദുല്ലാഹ്ക്ക് ഒരു പൊന്നുമോന് ജനിച്ചിട്ടുണ്ടോ, മുഹമ്മദ് ജനിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കടന്നു വന്നപ്പോ പടച്ചറപ്പേ അതിന്റെ സന്തോഷം കൊണ്ട് എന്റെ അടിമയായ പെണ്ണിനെ ഞാനങ്ങ് മോചിപ്പിക്കുകയാണ്, ഞാനങ്ങ് മോചിപ്പിക്കുകയാണ്. പടച്ചറപ്പേ അവള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്തവളുമാണ്. ഞാൻ അവളെ അങ്ങ് മോചിപ്പിച്ചിട്ടുമുണ്ട് റബ്ബേ. ഇതുകൊണ്ട് ഈ സന്തോഷം കൊണ്ടാണ്, ഇത് റസൂലുള്ള ജനിച്ചതിന്റെ സന്തോഷം കൊണ്ടാണ്, ഈ ഒരൊറ്റ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇളവ് നൽകുന്നത്. അത് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ടാണ്. റസൂലുള്ള ജനിച്ചതിൽ ഞാൻ അങ്ങ് സന്തോഷിച്ചു പോയതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ സന്തോഷം കൊണ്ട് പടച്ചറപ്പേ ഈ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എനിക്ക് ഇത്രയും വലിയ മോചനം ലഭിക്കുന്നത്, എന്റെ ശിക്ഷകൾക്ക് ഇളവ് ലഭിക്കുന്നത്. മാത്രമല്ല ഈ കത്തിയാളുന്ന നരകത്തിൽ പോലും പടച്ചറബേ എനിക്ക് കുടിക്കാനുള്ള വെള്ളമിതാ ചെറിയ ഉറവകളായിട്ട് എന്റെ കയ്യിലൂടെ ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തരികയാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിച്ച പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12ന്റെ അന്നത്തെ ദിവസത്തില് അല്ലാഹുവേ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ മൗലിദ് പാരായണം നടത്തുകയാണ്, നമ്മൾ ദിക്റുകൾ ചൊല്ലുകയാണ്, പള്ളികളിലും മദ്രസകളിലുമായിട്ട് പടച്ചറബേ ആഘോഷങ്ങൾ നടക്കുകയാണ്. ഇതിനൊക്കെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അവരൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നു വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കാണാൻ കഴിയുമല്ലോ. നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണെന്ന് പറയുന്നത് കാണാൻ കഴിയുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അവിടേക്ക് മനസ്സ് കൊടുക്കരുത് കേട്ടോ, അവിടേക്ക് നമ്മൾ മനസ്സ് കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് അവിടുന്ന് അന്നത്തെ ദിവസം അത് പറയുന്നതും പാടുന്നതും പുണ്യമാണ്. അബൂലഹബിന്റെ പോലും എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് അല്ലാഹു തആല ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുത്തത്, അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊടുത്തത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാ. റസൂലുള്ള ജനിച്ച ദിവസത്തിൽ സന്തോഷം കൊണ്ടത് കൊണ്ടാണെന്ന് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മദിനം ആഘോഷിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ആളുകളുണ്ടാകും അല്ലേ? അവിടുത്തെ ജനിച്ചതിന്റെ പേരിൽ അവിടുന്ന് സന്തോഷിച്ചത് കൊണ്ട് അബൂലഹബിന് അല്ലാഹു തആല ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുത്തു എന്ന് ചരിത്രം നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ? അവിടുത്തെ ചില ആളുകൾ പറയും പള്ളിയിൽ നല്ല ലൈറ്റ് ഉണ്ടാകുമെന്ന്. നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ നല്ല റോഡ് സൈഡുകളിലൊക്കെ നമ്മൾ തോരണം അടിക്കും നമ്മൾ അല്ലെ? ഇതൊക്കെ ചെയ്യുന്നത് ശിർക്കാണ്, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും അല്ലെ? പണം നമ്മൾ ചെലവഴിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ പണം ചെലവഴിക്കുന്നത് ശിർക്കോ തെറ്റൊന്നുമല്ല, അത് മോശത്തരമാകുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്? ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ. ഞാനും നിങ്ങളും ജീവിക്കുന്നത് തന്നെ എന്തിനാ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന് വേണ്ടിയിട്ടാ. നമ്മളൊക്കെ സൃഷ്ടിച്ച തന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ടാ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു, എൻ്റെ പ്രിയമുള്ളവരെ, അവിടുത്തെ പുതപ്പ് 10,000 രൂപക്കാണ് ചോദിച്ചത്. 10,000 ദിർഹമിനാ ചോദിച്ചത് അല്ലേ? 10,000 ദിർഹമിനാ ചോദിച്ചത്. ചെറിയൊരു പുതപ്പാണ്, ചെറിയൊരു ഷാളാണ് അല്ലേ? പിന്നീട് അതിന്റെ ശേഷം അവിടെ നിന്ന് കഅബ് റളിയല്ലാഹു തആല അൻഹു അത് തരില്ല എന്ന് കണ്ടപ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, പിന്നീട് മഹാനവറുകളുടെ വഫാത്തിന്റെ ശേഷം പിന്നീട് അവിടെ 20,000 ദിർഹം കൊടുത്തിട്ട് കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബക്കാരിൽ നിന്ന് ആ പുതപ്പ് കൈവശമാക്കി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം നമ്മൾ പറയും, അപ്പം നമുക്ക് മനസ്സിലായില്ലേ ഇതൊക്കെ നമുക്ക് ചെയ്യുന്നത് തെറ്റാണോ അതോ ശരിയാണോ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ബോധം തരട്ടെ.
അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ നന്മകൾ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ നമ്മൾ ചെയ്യുക. അല്ലാഹു ബോധം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എങ്ങനെയാ? എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹിശാം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് അതാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ യാത്ര പോവുകയാ. കൂടെ ഞങ്ങളെല്ലാവരുമുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, അല്ലാഹുവേ, പടച്ച റബ്ബേ, മുത്തുനബിയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങേ ശരീരത്തെക്കാളും എന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. പടച്ച റബ്ബേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് കേൾക്കുമ്പോൾ എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത് നബിയെ നിങ്ങളെയാണെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്. ആ സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ലാ വല്ലദീ നഫ്സി ബിയദിഹി അത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിക. നിന്റെ ശരീരത്തെയല്ല നീ ആദ്യം ഇഷ്ടപ്പെടേണ്ടത്, നീ എന്നെയാണ് ഇഷ്ടപ്പെടേണ്ടത്, നീ എന്നെയാണ് ഇഷ്ടപ്പെടേണ്ടതെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതാ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് അവിടുന്ന് പറയുകയാണ്, നബിയേ, എൻ്റെ ശരീരത്തെക്കാൾ فإنه الآن لأنت أحب إلي من نفسي. പടച്ച റബ്ബേ, എൻ്റെ ശരീരത്തെക്കാൾ നിങ്ങളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്നതാ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അൽ ആന യാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറേ, ഇപ്പോഴാണ് നിന്റെ ഈമാൻ ഒന്ന് പൂർണ്ണമായത്, ഇപ്പോഴാണ് നിന്റെ ഈമാൻ പൂർണ്ണമായതെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നമ്മുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടത്, നമ്മൾ താല്പര്യം കൊടുക്കേണ്ടത്, നമ്മൾ പടച്ച റബ്ബേ കണ്ടറിയേണ്ടത് ആരെയാണ്? അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് ഹൃദയത്തിനകത്തുള്ള എല്ലാ ദുനിയാവിൻ്റെ ആളുകളെയും പടിയിറക്കണേ പൊന്നുമോനെ. എന്നിട്ട് അവിടെ റസൂലുള്ളാഹിക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്ക. റസൂലുള്ളാഹിക്ക് അവിടുന്ന് സ്ഥാനം കൊടുത്തോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഒരിക്കലും തന്നെ കൈവിടുന്നതല്ല. പടച്ച തമ്പുരാൻ നിന്നെ ചേർത്ത് പിടിക്കുമല്ലോ, നിന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു ഏറ്റെടുക്കുമല്ലോ. നമ്മളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഒരിക്കലും തന്നെ റസൂലുള്ളാഹിക്ക് സ്ഥാനങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് മദീന കാണുമ്പോ കരച്ചിൽ വരാത്തത്, ഹജ്ജ് ചെയ്യണമെന്ന് ഓർമ്മയില്ലാത്തത്, ഉംറ ചെയ്യണമെന്ന് ബോധമില്ലാത്തത്, മദീന കാണാൻ ആഗ്രഹം വരാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സ് കൊടുക്ക്, നമ്മുടെ ശരീരം കൊടുക്ക്, നമ്മുടെ ചിന്ത കൊടുക്ക്. അങ്ങനെ കൊടുത്തിട്ട് ഈ ദുനിയാവിൽ നമ്മൾ നല്ലവരായി കഴിഞ്ഞാ റസൂലുള്ള ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുമല്ലോ. ആ മദീനയുടെ രാജകുമാരന് ആ റസൂലുള്ള നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമെന്നോ എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തോ. ഏത് സമയത്താണോ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ കരങ്ങൾ ഉയർത്തുന്നത്, അങ്ങനെ നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ മുഴുവൻ റസൂലുള്ളാഹിനോടുള്ള ബന്ധത്തെ അടുപ്പിക്കാൻ
അടുപ്പിക്കാൻ, അള്ളാഹുവിനോടുള്ള ബന്ധത്തെ അടുപ്പിക്കാൻ അവിടുന്ന് പടച്ച റബ്ബിനോട് നമ്മൾ ദുആ ചെയ്താൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണോ? പിന്നെ നമ്മൾ പേടിക്കാനുണ്ടോ? ആ മദീനയുടെ രാജകുമാരന്, ലോകത്തിന്റെ നേതാവ്, വിശ്വാസികളുടെ ഹൃദയാന്തരത്തിലെ സുൽത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പടച്ച റബ്ബേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അടുപ്പിച്ച് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ വിജയിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പം നിൽക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇനി നമ്മൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളെ കുറിച്ച് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞു അല്ലേ? അവിടുത്തെ മഹത്വങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു അമലാണ് എൻ്റെ പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പൂർണ്ണമാകുന്നത്? അല്ലാഹു തആല സ്വർഗ്ഗം ഉണ്ടെന്ന് എപ്പോഴാണ് പറഞ്ഞത്? നമ്മൾ ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ വളരെ മുറ പോലെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ട്. അവിടുത്തെ ഓടൊപ്പം സ്വർഗ്ഗത്തിൽ നമുക്ക് കടക്കാൻ കഴിയുക അല്ലേ? ഒറ്റ സ്വഹാബി, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മുസ്ലിമിന്റെ അടയാളം പറഞ്ഞതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താ പറഞ്ഞത്? എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്? എൻ്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ യഥാർത്ഥ മുഅ്മിനാകുന്നത് തൻ്റെ കൈ കൊണ്ടോ തൻ്റെ ജീവിതത്തിൽ തൻ്റെ നാക്ക് കൊണ്ടോ മറ്റുള്ളവരെ വേദനിക്കാതെ സുരക്ഷിതനാകുമ്പോഴാണ്. നമ്മുടെ നാക്ക് കൊണ്ടും കൈ കൊണ്ടും മറ്റുള്ളവർ സുരക്ഷിതരാകുമ്പോഴാണ് യഥാർത്ഥ മുഅ്മിനാകുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇതറിഞ്ഞ ഇതുപോലെ മുറ പോലെ ജീവിതത്തിൽ പകർത്തിയ സ്വഹാബിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവന് സ്വർഗ്ഗത്തിലാണ് എന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ദുനിയാവിൽ തന്നെ സ്വർഗ്ഗം മേടിച്ചിട്ട് നടന്നു പോകുന്ന ഒരാൾ എന്നാ പഠിപ്പിച്ചത്. അല്ലാഹുവേ പടച്ചോനെ, നീ ഞങ്ങളെയും അതുപോലെ ആക്കി തരണേ അല്ലാഹ്, നീ ഞങ്ങളെയും അതുപോലെ ആക്കി തരണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യം, എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ തഹജ്ജുദ് നമസ്കാരത്തെ കുറിച്ചാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, 2 റക്അത്താണ് എൻ്റെ പ്രിയമുള്ളവരെ അത് ചുരുങ്ങിയത്. അത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയും നമസ്കരിക്കാം. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അലൈക്കും ബിഖിയാമിൽ ലൈൽ ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലകും. അല്ലാഹ് പടച്ച റബ്ബേ, ആ സമയത്തുള്ള നമസ്കാരം എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുണ്ടല്ലോ, മുൻഗാമികളായ സാലിഹീങ്ങളായ ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും പതിവാക്കിക്കൊണ്ട് പോന്നിരുന്ന കാര്യമാണ്. അവരെല്ലാവരും പതിവായിട്ട് നമസ്കരിച്ചിരുന്ന കാര്യങ്ങളാണ്. വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്, സിട്ടാവായ പടച്ച തമ്പുരാനുണ്ടല്ലോ, നമുക്കെല്ലാം തരുന്ന, നമ്മ അറിയുന്ന പടച്ച റബ്ബേ, നമ്മുടെ ചലനം മുഴുവനും നിരീക്ഷിക്കുന്ന ഏകനായ പടച്ച തമ്പുരാനുണ്ടല്ലോ. ആ അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അടുക്കാൻ, അവനിക്ക് പടച്ച തമ്പുരാനിലേക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും ഒന്നാമതായിട്ടുള്ള കാര്യമാണിത്. ഇത് പടച്ച റബ്ബിലേക്ക് മനുഷ്യനെ അല്ലാഹു തആല അടുപ്പിക്കുന്നതാണ്. വമൻ ഹാത് അനിൽ ഇസ്മി, അല്ലാഹ് എല്ലാവിധ ദോഷങ്ങളെ തൊട്ടും അത് തടയുന്നതാണ്. വതക്ഫീറുൽ ലിസ്സയ്യിആത്ത്, പടച്ച റബ്ബേ, ദുനിയാവിൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും നമ്മൾ പറഞ്ഞതും നമ്മൾ ചിന്തിച്ചതുമായ പടച്ച റബ്ബേ, എത്രയോ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ. ഈ പാപങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാന് ഇത് കാരണമാ. ഈ പരിശുദ്ധമായ നമസ്കാരം അവിടുന്ന് കാരണമാണെന്ന് എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയുകയാണ്.
അല്ലാഹുവേ, എല്ലാവിധ ശരീരത്തിന്റെ രോഗങ്ങളുണ്ടല്ലോ, എല്ലാവിധ വിഷമങ്ങളുണ്ടല്ലോ, മനസ്സിന്റെ വിഷമങ്ങള്, ശാരീരിക വിഷമങ്ങള്, ജീവിതത്തിന്റെ മേഖലകളിൽ പടച്ചുറപ്പ് തരുന്ന ഓരോ വേദനകളുണ്ടല്ലോ, എല്ലാ വിഷമങ്ങൾക്കും അവിടുന്ന് പരിഹാരമാണ്. പടച്ചുറപ്പേ, 2 റക്അത്ത് നമസ്കാരമുണ്ടല്ലോ, പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലോ ഒന്ന് ഉറങ്ങി എണീറ്റോ എല്ലാവരും സുഖനിദ്രയിൽ ആണ്ടുപൂണ്ട് കിടന്നിറങ്ങുമ്പോ ഏകനായ പടച്ചുറപ്പിന്റെ മുമ്പിൽ ഒന്ന് എണീറ്റിരിക്കുന്ന അടിമയാണോ നീ? എന്നിട്ട് അവിടുന്ന് നമസ്കരിക്കുന്ന അടിമയാണോ? നിന്റെ വിഷമങ്ങൾ പറയുന്ന അടിമയാണോ? പടച്ചുറപ്പേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, ആ സമയത്ത് അടിമകളെ കാത്തിരിക്കുകയാണ്. ആരാണ് റബ്ബേ എന്റെ മുമ്പിൽ ദുആ ചെയ്യുന്നത്? ആരാണ് റബ്ബേ എനിക്ക് വേണ്ടിയിട്ടോ പടച്ചുറപ്പേ നമസ്കാരം നിർവഹിച്ചിട്ടോ എന്നിലേക്ക് അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കരങ്ങൾ ഉയർത്തുന്നതാരാ എന്നവിടുന്ന് പടച്ചു തമ്പുരാൻ അവിടുന്ന് നിരീക്ഷിക്കുന്ന സമയമാണത്. അല്ലാഹു തആല ആ ഒരു സമയത്ത് അടിമ എന്ത് ചോദിച്ചാലും അവിടുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞ സമയമാണ്. അതുകൊണ്ട് ഉമ്മാ, ഒരുപാട് കടങ്ങളുണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, ജോലിയില്ലെന്ന് പറയുന്ന പൊന്നുമോനെ, പടച്ചുറപ്പേ, ജീവിതത്തിൽ എപ്പോഴും പ്രയാസമാണ്, വേദനയാണ്, ജീവിതത്തിൽ എപ്പോഴും ഒറ്റപ്പെട്ടതുപോലെയാണ്, മനസ്സിന്റെ വല്ലാത്ത ടെൻഷനാണ്. പടച്ചുറപ്പേ, രോഗങ്ങളാണ് എപ്പോഴും. എന്നിങ്ങനെ വിഷമങ്ങൾ പറയുന്ന എന്റെ പ്രിയമുള്ളവരെ, റബ്ബിന്റെ മുമ്പിൽ പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലൊന്ന് എണീറ്റിരുന്നു കൊണ്ടെന്ന് ചോദിച്ചു നോക്ക് പടച്ചവനോട്. പടച്ചുറപ്പേ, നീ തന്ന പരീക്ഷണങ്ങളിലോ അല്ലാഹുവേ എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല അല്ലാ, ഈ വിഷമങ്ങളൊന്നും എനിക്ക് ലഘൂകരിച്ചു തരുമോ? എന്റെ മക്കളെ കെട്ടിക്കാനുണ്ട്, കല്യാണം ശരിയാകുന്നില്ല, കടങ്ങളുണ്ട് എന്ന് വിഷമത്തോടുകൂടെ പറഞ്ഞു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, നിന്റെ വിഷമങ്ങൾക്ക് അറുതി തരുമെന്നോ. എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, എൻ്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും ആ സമയത്ത് പടച്ചുറബിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അല്ലാഹുവേ പടച്ചുറബ് അവിടുന്ന് ദുആ ചെയ്താൽ എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ വിഷമങ്ങൾക്കും അല്ലാഹു വെറുതെ നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാൻ, പടച്ച റബ്ബേ തന്റെ കൂടെയുള്ളവരോട് എപ്പോഴും അവിടുന്ന് പറയുമായിരുന്നു, സല്ലൂ റകഅതൈൻ ഫീ ദുൽമിൽ ലൈലി ലിദുൽമത്തിൽ ഖുബൂർ. മനുഷ്യന്റെ ഖബറിലെ ഇരുട്ട് പോയിട്ട് അവിടെ വെളിച്ചം വരാൻ രാത്രിയുടെ ഇരുട്ടുണ്ടല്ലോ, ആ ഇരുട്ടിന്റെ സമയത്ത് നിങ്ങൾ 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കണേ. എന്നിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണേ. നിങ്ങളുടെ ഖബറിനകത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഇരുട്ട് അവിടെ നിങ്ങൾക്ക് വെളിച്ചമാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെയുള്ളവരോട്, തന്റെ കൂടെ നടക്കുന്നവരോട് എപ്പോഴും ഈ കാര്യം ഓർമ്മപ്പെടുത്തും. മഹാനവറുകൾ എപ്പോഴും ഓർമ്മപ്പെടുത്തും അല്ലേ? നമ്മുടെ ഖബറിന്റെ അവസ്ഥ എന്താണ്? അവിടെ ഖബറിന്റെ ഉള്ളിൽ എന്താ? എൻ്റെ പ്രിയമുള്ളവരെ, ഇരുട്ടാണ്. ആ ഇരുട്ട് വെളിച്ചമായി നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിനകത്ത് വെളിച്ചം തരാൻ 2 റക്അത്ത് നീ പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ ഒന്ന് എണീറ്റിട്ട് നമസ്കരിക്കുക എന്ന് എൻ്റെ പ്രിയമുള്ളവരെ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആ സമയത്ത് അല്ലാഹുവേ പടച്ച റബ്ബേ 2 റക്അത്തെങ്കിലും നമസ്കരിച്ചിട്ട് റബ്ബേ നിന്റെ മുമ്പിൽ ഞങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തി പൊട്ടിക്കരയാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് കൊണ്ട് റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.